ചോർച്ച വിവാദത്തിൽ ഉലഞ്ഞ് CPIM നേതൃത്വം. മുഹമ്മദ് ഷർഷാദ് പോലീസിന് നൽകിയ പരാതിയിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകളാണ് DGPക്കുള്ള പരാതിയിൽ പരാമർശിക്കുന്നത്. അതിനിടെ മകനെതിരായ ആരോപണങ്ങളിലെ ചോദ്യങ്ങളിൽ നിന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി. 2023 മുഹമ്മദ് ഷർഷാദ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബിസിനസ് ബന്ധത്തിൽ ഉലച്ചിലുണ്ടായപ്പോൾ രാജേഷ് കൃഷ്ണ ഭീഷണി സ്വരത്തിൽ ഷർഷാദിനോട് പറഞ്ഞ കാര്യങ്ങളെന്ന നിലയിലാണ് ആരോപണ സ്വഭാവമുള്ള വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനമന്ത്രിയുമായ ഡോക്ടർ TM തോമസ് ഐസക്, മുൻ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാം എന്നിവരുടെ ബെനാമിയാണ് താനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രാജേഷ് കൃഷ്ണ ഭീഷണിപ്പെടുത്തിയെന്നാണ് പോലീസിനുള്ള പരാതിയിൽ ഷർഷാദ് പറയുന്നത്. ഈ നേതാക്കളുടെ പണം കൈകാര്യം ചെയ്യുന്ന കെയർടേക്കറാണെന്നും രാജേഷ് അവകാശപ്പെട്ടതായും പരാതിയിലുണ്ട്. ഷെഡ്യൂൾഡ് ബാങ്കിലെ വായ്പാ അടവ് മുടങ്ങിയ പ്രശ്നത്തിൽ അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ബാങ്ക് അധികൃതരെ വിളിച്ചു. ഇതിനെ ബാങ്കുകാർ മിറക്കിൾ എന്നാണ് വിശേഷിപ്പിച്ചതെന്നും ഷർഷാദ് പോലീസ് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. ആരോപണം പാർട്ടിയെ പിടിച്ചുലയ്ക്കുമ്പോഴും ചോദ്യങ്ങളെ നേരിടാതെ ഒഴിഞ്ഞുമാറുകയാണ് പാർട്ടി നേതൃത്വം. അതിനാകെയുള്ള മറുപടി ഇമാതിരിയുള്ള അസംബന്ധങ്ങൾക്ക് ഒന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ആരോപണങ്ങളെ അസംബന്ധമെന്ന് പറഞ്ഞു തള്ളുന്ന MV ഗോവിന്ദന്റെ മറുപടിയുമായി പരാതിക്കാരൻ ഷർഷാദ് രംഗത്തെത്തി. അസംബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മകനോട് ചോദിച്ചിട്ടാണോ പറഞ്ഞതെന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ചോദിക്കാനുള്ളത്. എന്തൊക്കെ രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, എവിടെ വെച്ചിട്ടാണ് നമ്മളെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പുള്ളി ഇങ്ങോട്ട് അയച്ച മെസ്സേജും ഞാൻ അങ്ങോട്ട് അയച്ച വോയിസ് മെസ്സേജുകളും പുള്ളിയുടെ മറുപടിയും കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഇപ്പോഴും എല്ലാ അപ്ഡേറ്റും ഉണ്ട്. നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ നേരിടാനിരിക്കെ നേതൃത്വത്തെ പ്രതികൂട്ടിലാക്കുന്ന ആരോപണങ്ങളിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് CPIM നേതൃത്വം. പരാതി പുറത്തുവന്നതിന് പിന്നിൽ പാർട്ടിയിലെ ചില നേതാക്കൾക്ക് പങ്കുണ്ടെന്നും സംശയങ്ങളുണ്ട്. ഇതോടെ നേതൃത്വത്തിലാകെ അവിശ്വാസം പരക്കുകയാണ്. 24 തിരുവനന്തപുരം.